ഇപ്പോൾ എം.ആർ. അഭിലാഷ് സുപ്രീംകോടതി അഭിഭാഷകൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എം.ആർ. അഭിലാഷ്, താങ്കളുടെ മുൻപിൽ ഈ സത്യവാങ്മൂലം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിലൂടെ എന്താണ് സർക്കാർ മുൻപ് സമർപ്പിച്ചിട്ടുള്ളത്? 2007 സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലം തന്നെയാണ് 2016 നൽകിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് പറയുന്നത്? സത്യവാങ്മൂലം എന്റെ കയ്യിലില്ല. സത്യവാങ്മൂലത്തിനെ കുറിച്ച് ഇപ്പോ മാതൃഭൂമി ചാനലിന് പറയുന്നത് കേട്ട് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് സെർവ് ഉണ്ടായിട്ടില്ല. പിന്നെ പറഞ്ഞതനുസരിച്ച് ഈ പണ്ഡിതരുടെ കമ്മിറ്റിയൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നൊക്കെ 9 ജഡ്ജ് ബെഞ്ചിന്റെ മുമ്പിൽ പറയുന്നതിന്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. അപ്പൊ ഇത്തരത്തിലൊരു പാണ്ഡിത്യവും പരിശോധിക്കാതെയാണോ സർക്കാരിന്റെ നിലപാട് നേരത്തെ സുപ്രീം കോടതിയിൽ പറയുകയുണ്ടായത്? ഇവിടെ ശബരിമല കേസിന്റെ ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പുനഃപരിശോധനയല്ല ഇവിടെ നടക്കുന്നത്. ഈ 9-അംഗ ബെഞ്ചിന്റെ മുൻപിൽ ഉയർത്തപ്പെട്ടിട്ടുള്ള 7 ചോദ്യങ്ങളുടെ ഉത്തരമാണ് വരേണ്ടത്. അവിടെ സുപ്രീം കോടതിയുടെ വിധികളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിയമത്തിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, മൗലികമായിട്ടുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിലോ ആണ് വാദം പറയേണ്ടതും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എഴുതപ്പെട്ട സബ്മിഷൻസ് നൽകേണ്ടതായിട്ടുള്ളതും. അപ്പൊ ഇതൊരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്, അല്ലാതെ അഭിഭാഷകരുടെ ഒരു തീരുമാനമല്ല. ആവില്ലല്ലോ ഒരിക്കലും പണ്ഡിതന്മാരുടെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന്. അപ്പം പല വിശ്വാസപരവും മതപരവുമായിട്ടുള്ള വിഷയങ്ങളും ഒരുമിച്ചെടുത്തുകൊണ്ട് തുടങ്ങാൻ പോകുന്ന ഹിയറിംഗിൽ പണ്ഡിതന്മാരുടെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തീരുമാനിച്ചു വരുന്നത് മാറ്റിവിടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വ്യക്തമായിട്ട് ഞങ്ങൾ നേരത്തെ തീരുമാനത്തിനകത്ത് സ്പെഷ്യൽ പറ്റിയിട്ടുണ്ട്, പരിശോധന ഇല്ലാതെയാണ് ഇത് വന്നതെന്നും. ശബ്ദത്തിന് വ്യക്തത കുറവാണ്. ഞാൻ ഒന്നുകൊണ്ട് പറയുകയാണ്, സൂചിപ്പിച്ച പോലെ തന്നെ സ്വാഭാവികമായിട്ടും സർക്കാർ ഇവിടെ ഇപ്പോൾ അതായത് നിലവിൽ പഠനം നടത്തേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ സംസ്ഥാന സർക്കാർ ഈ കോടതി വിധി വന്നപ്പോൾ തന്നെ ഞങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കുകയും ആ തലത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ പൂർണ്ണമായൊരു യു ടേൺ എന്നൊന്നും നമുക്ക് പറയാനാകുമോ എന്നറിയില്ല. എങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെയല്ല, ആചാരം സംരക്ഷിക്കണം അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയുള്ള ഒരു നിലപാടാണ് സർക്കാർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോ പോയിന്റായിട്ട് ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്.